സാധ്യമായത് മാനവകുലത്തിന്റെ രക്ഷയാണ്. യേശുക്രിസ്തു എന്റെ രക്ഷകനാണെന്ന് ഏത് പാപി ഏറ്റുപറയുമോ അവന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു രക്ഷകനായി നാഥനായി വരികയാണ്. അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ സന്ദേശം അത് രക്ഷയുടെ സന്ദേശമാണ്. പാപപങ്കിലമായ ഈ ജീവിതത്തിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു വഴിയിലേക്ക് നാം പോകണ്ട. പാപമംഗലമായ ഈ ജീവിതത്തിൽ നാം മറ്റൊന്നും നാം അന്വേഷിക്കണ്ട. ഇവിടെ നമുക്ക് രക്ഷ നൽകുന്നത് യേശുക്രിസ്തു ഒന്ന് മാത്രമാണ്. സമാധാനമില്ലാതെ അലിയുന്ന എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരിറ്റു സമാധാനത്തിന് വേണ്ടി പുക വലിച്ചു തീർക്കുന്നവർ, ഒരിറ്റു സമാധാനത്തിന് വേണ്ടി കുടിച്ചു മുടിക്കുന്നവർ, ഒരിറ്റു സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ കുലക്കയറിൽ അവസാനിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. എന്നാൽ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ വളരെ സ്നേഹപൂർവ്വം വിളിച്ചു പറയുന്നു, നമ്മുടെ ജീവിതം പുകച്ച് തീർക്കുവാനുള്ളതല്ല, കുടിച്ച് തീർക്കുവാനുള്ളതല്ല, കുലക്കയറിൽ അവസാനിക്കാനുള്ളതുമല്ല. ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ഇത് രക്ഷയുടെ സന്ദേശമാണ്. എത്ര പാപപങ്കിലമായ, എത്ര വേദന നിറഞ്ഞ, എത്ര ഭയം നിറഞ്ഞ ജീവിതമാണെങ്കിലും കുരിശിന്റെ ചുവട്ടിലേക്ക് വന്നാൽ അവൻ നമ്മെ മാർവോട് അണയ്ക്കും. ആ രക്ഷയുടെ പുതപ്പ് നമ്മെ അണിയിക്കും. നിങ്ങൾ എന്നെ കേൾക്കുന്ന സാഹചര്യം എത്ര വ്യത്യസ്തമാണെങ്കിലും, എത്ര വേദനാജനകമാണെങ്കിലും, എത്ര ഭയാനകമാണെങ്കിലും, ഇരിക്കുന്ന ഇടത്ത് യേശുവേ, എന്റെ നാഥനെ, എന്റെ കർത്താവേ, എന്റെ രക്ഷകനെ എന്ന് വിളിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. കാരണം ക്രൂശ് ഉയർത്തുന്ന സന്ദേശം അത് രക്ഷയുടെ സന്ദേശമാണ്. പ്രിയരെ,